ദൈവനാമത്വപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 24-ാം അധ്യായം. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവൻ്റെ ഭക്തന്മാർ അവൻ്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്ന് കൊണ്ടുപോയി മേയ്ക്കുന്നു, ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വയ്ക്കുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യൻ്റെ പയറ് പറിക്കുന്നു, ദുഷ്ടൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂട്ടുന്നു, കുളിരിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു, മറവിടമില്ലായ്കയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ മുല കുടിക്കുന്ന അനാഥക്കുട്ടികളെ അപഹരിക്കുന്നു, ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു, പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചാക്കാട്ടുന്നു, മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു, പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു. ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു, അതിൻ്റെ വഴികളെ അറിയുന്നുമില്ല, അതിൻ്റെ പാതകളിൽ നടക്കുന്നതുമില്ല. കുലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു, ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു, രാത്രിയിൽ കള്ളനായി നടക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു, അവൻ മുഖം മറച്ച് നടന്ന് ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. ചിലർ ഇരുട്ടത്ത് വീട് തുറന്നു കയറുന്നു, പകൽ അവർ വാതിലടച്ചു പാർക്കുന്നു, വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല. പ്രഭാതം അവർക്കൊക്കെ അന്ധതമസ് തന്നെ, അന്ധതമസിൻ്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ. വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു, അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്കവർ തിരിയുന്നില്ല. ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും, പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. ഗർഭപാത്രം അവനെ മറന്നു കളയും, കൃമി അവനെ തിന്നുരസിക്കും, പിന്നെ ആരും അവനെ ഓർക്കയില്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും, പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു, വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല. അവൻ തൻ്റെ ശക്തിയാൽ നിഷ്കണ്ടകന്മാരെ നിലനിൽക്കുമാറാക്കുന്നു, ജീവനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു. അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു, അവർ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും അവൻ്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട്. അവർ ഉയർന്നിരിക്കുന്നു, കുറേ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു, കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എൻ്റെ വാക്ക് ഗണ്ണിക്കുകയും ചെയ്യുന്നവൻ ആർ?